സുഹൃത്തുക്കളെ, ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും യുവജനങ്ങളുള്ള രാജ്യമായി വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് യുവജനങ്ങളാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ ഇന്ന് ആ യുവതലമുറയുടെ വലിയൊരു വിഭാഗം കടന്നു പോകുന്നത് പ്രതീക്ഷയുടെ കാലഘട്ടത്തിലൂടെയല്ല, മറിച്ച് നിരാശയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും മാനസിക സമ്മർദ്ദത്തിൻ്റെയും കാലഘട്ടത്തിലൂടെയാണ്. കാരണം എന്താണ്? രാജ്യത്തിൻ്റെ പരീക്ഷാ സംവിധാനം തകരുകയാണ്. ലക്നൌവിലെ ഇക്കോ ഗാർഡനിൽ നിന്ന് തുടങ്ങി രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് യുവാക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങുകയാണ്. ഇതൊരു ചെറിയ പ്രശ്നമല്ല, സ്ഥിതി എല്ലാ പരിധികളും കടന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് ദേശീയതല പരീക്ഷകളായ നീറ്റ്, നെറ്റ് മുതൽ സംസ്ഥാന റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകൾ വരെ പേപ്പർ ലീക്കിൻ്റെയും അഴിമതിയുടെയും പിടിയിലാണ്. ഒരു സംഘടിത കുറ്റകൃത്യ ശൃംഖല തന്നെ പരീക്ഷാ സംവിധാനത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഭരണപരമായ വീഴ്ചയല്ല, ഇത് ഒരു വമ്പൻ കുറ്റകൃത്യ വ്യവസായമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ രാജ്യത്തെ 70-ലധികം പ്രധാന പരീക്ഷകൾ ചോർന്നതായോ ക്രമക്കേടുകൾ നടന്നതായോ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതിൻ്റെ ഫലമായി 1.7 കോടിയിലധികം യുവാക്കളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. പരീക്ഷാ മാഫിയകൾ, ചില സ്വകാര്യ പരീക്ഷാ കേന്ദ്രങ്ങൾ, അച്ചടി സ്ഥാപനങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് രൂപപ്പെട്ടിരിക്കുകയാണ്. പണത്തിന് വേണ്ടി അവർ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ വിറ്റഴിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇര ആരാണ്? ഒരു സാധാരണ വിദ്യാർത്ഥി, ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളോളം പഠിക്കുന്ന വിദ്യാർത്ഥി, തൻ്റെ മകൻ്റെയോ മകളുടെയോ പഠനത്തിനായി കടം വാങ്ങി പണം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ പ്രതീക്ഷകൾ. ഒരു പരീക്ഷ പേപ്പർ ലീക്കിനെ തുടർന്ന് റദ്ദാകുമ്പോൾ റദ്ദാകുന്നത് ഒരു ചോദ്യപേപ്പർ മാത്രമല്ല, അതിനൊപ്പം വർഷങ്ങളായുള്ള അധ്വാനവും കുടുംബങ്ങളുടെ പ്രതീക്ഷകളുമാണ് തകരുന്നത്. എന്നാൽ അതിലും ദുഃഖകരമായ കാര്യം എന്താണെന്നറിയാമോ? ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. NTA പോലുള്ള ദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾ വരെ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടും ആരും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നില്ല. അതിൻ്റെ മുഴുവൻ ഭാരം ചുമക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളാണ്. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും അപകടകരമായ വശം യുവാക്കളുടെ മാനസികാരോഗ്യമാണ്. 20 മുതൽ 30 വയസ്സ് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും സുവർണകാലം രാജ്യനിർമ്മാണത്തിനും തൊഴിൽ ജീവിതത്തിനും ഉപയോഗിക്കേണ്ട യുവാക്കൾ പരീക്ഷകളുടെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളോളം തയ്യാറെടുക്കുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നീട് അറിയുന്നു പേപ്പർ ലീക്ക്, പരീക്ഷ റദ്ദാക്കി, വീണ്ടും കാത്തിരിക്കുക, വീണ്ടും പഠിക്കുക, വീണ്ടും അനിശ്ചിതത്വം. ഇന്ന് യുവാക്കളെ മാനസികമായി തകർക്കുകയാണ്. ഇന്ന് കോട്ട, പ്രയാഗ്രാജ്, മുഖർജി നഗർ തുടങ്ങിയ കോച്ചിങ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി ആത്മഹത്യാ വാർത്തകൾ പതിവായി മാറിയിരിക്കുന്നു. NCRBയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ പ്രതിവർഷം 13,000-ലധികം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. അതായത് ഓരോ ദിവസവും 32-ലധികം യുവജീവിതങ്ങൾ അവസാനിക്കുന്നു. ഇത് വ്യക്തിപരമായ പരാജയമല്ല, ഇതൊരു സ്ഥാപനപരമായ പരാജയമാണ്. സുപ്രീം കോടതി നിയോഗിച്ച ദേശീയ ടാസ്ക് ഫോഴ്സ് പോലും ഇതിനെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈസിസ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിനിടയിൽ ഒരു സംഭവം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു. റാഞ്ചിയിൽ നിന്നുള്ള 17 വയസ്സുകാരനായ സാർത്ഥക് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി അന്വേഷണ ഏജൻസികൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു. തൻ്റെ ഉത്തരക്കടലാസിലെ ക്രമക്കേടുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കെ CBSEയുടെ ടെൻഡർ രേഖകൾ പരിശോധിക്കുകയും നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഒരു സ്കൂൾ വിദ്യാർത്ഥി പാർലമെൻ്ററി സമിതിക്ക് മുന്നിൽ തെളിവുകൾ അവതരിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷാ സംവിധാനത്തിൻ്റെ ദുരവസ്ഥ എത്ര ഗുരുതരമാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പരിഹാരങ്ങൾ അനിവാര്യമാണ്. സ്വതന്ത്രവും സാങ്കേതികമായി ശക്തവുമായ ഒരു ദേശീയ പരീക്ഷാ സുരക്ഷാ അതോറിറ്റി രൂപീകരിക്കണം. പേപ്പർ ലീക്ക് കേസുകൾക്കായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണം. സുരക്ഷാ വീഴ്ച മൂലം പരീക്ഷ റദ്ദായാൽ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണം. റിക്രൂട്ട്മെൻറ്റ് നടപടികൾക്ക് നിശ്ചിത സമയപരിധി ഉറപ്പാക്കണം. മാനസികാരോഗ്യ സഹായ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ഇന്ത്യ ഒരു മഹാശക്തിയാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മുടെ യുവജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കണം. പേപ്പർ ലീക്കുകൾ അവസാനിപ്പിക്കണം. പരീക്ഷാ മാഫിയകളെ തകർക്കണം. ഉത്തരവാദിത്തം ഉറപ്പാക്കണം. കാരണം ഈ പോരാട്ടം ഒരു പരീക്ഷയെക്കുറിച്ച് മാത്രമല്ല, ഇത് ഒരു തലമുറയുടെ ഭാവിയെക്കുറിച്ചാണ്. ഇത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ളതാണ്.